என்னாச்சம்மா? കൊലപാതകയല്ലേ? അങ്ങനെയൊക്കെ ആയപ്പോ അമ്മയുടെ മനസ്സിൽ നിന്നും പൂർണ്ണമായും പോയിട്ടുണ്ടാവും. പക്ഷെ നെഞ്ചിൽ കൊണ്ട് നടന്നവർക്കറിയാം അങ്ങനൊന്നും പറ്റില്ല. അവൻ എന്റെ കൺമുമ്പിൽ കിടന്ന് അലറി വിളിക്കുമ്പോ അവൻ കുഞ്ഞുനാളിൽ കിടന്ന് കരഞ്ഞ് കരച്ചില്ല എന്റെ മനസ്സിൽ. അവൻ എന്റെ നേരെ കത്തിയെടുത്ത് നിൽക്കുമ്പോ പോലും കുഞ്ഞുനാളിലൊരു പേനയോ പെൻസിലോ എടുത്ത് എന്റെ അടുത്ത് കളിക്കാൻ വരുന്ന ഒരു ചിത്രമാണ്. അമ്മമാരുടെ മനസ്സിൽ നിന്ന് അതെങ്ങനെ മായിച്ചു കളയാനൊന്നും പറ്റില്ല. அம்மா அம்மா நான் சொன்னது நான் சொல்றது தப்பான்னு நினைக்க கூடாது. அம்மா அம்மா ஜீவ சார் வெளியில் வந்தா ஹரி சாருக்கும் நித்யாம்மாக்கும் தானே ப்ராப்ளம். அம்மா கல்யாண நாள்ல நாங்க எல்லாம் எவ்வளவு டென்ஷன் ஆயாச்சு. வேண்டாம்மா, நித்யாம்மாக்கு முன்னாடி இனி அவரு வரக்கூடாது. அம்மா இனி நித்யாம்மாக்கு அறிஞ்சா உங்களுக்கு அதை பொறுக்க முடியுமா? இனி அவரோட லைஃப்ல ஏதாவது டென்ஷன் வந்தா உங்களால அதை தாங்க முடியுமா? அம்மா சொல்லம்மா. ഇല്ല ശരവണ, ഒരു ശാപമോക്ഷത്തിൽ നിന്നും എന്റെ മോളെ ഞാൻ കൈപിടിച്ച് നടത്താൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ മോള് ജീവിതം എന്താണെന്ന് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അവൾക്ക് മുൻപിലേക്ക് ജീവൻ ഇനി ഒരിക്കലും വരരുത്. അവനെതിരെ മൊഴി കൊടുക്കുമ്പോ എന്റെ മനസ്സിരുന്ന് കരയും. പക്ഷെ അത് ഒതുക്കി പിടിച്ചേ പറ്റൂ. എന്നിട്ട് നിയമത്തിന് മുൻപിൽ കൈ ചൂണ്ടി പറയണം കുറ്റവാളിയാണെന്ന്, കൊലപാതകയാണെന്ന്. ശിക്ഷിക്കട്ടെ, എന്നെന്നും അഴികൾക്കകത്തിട്ട് പോട്ടെ. അമ്മ ശരവണ, ഹരിയും നിത്യം വരുമ്പോ ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞു അവരറിയരുത്. അവര് ചിലപ്പോ കോടതിയിൽ പോകണ്ടെന്നൊക്കെ പറയും. ഉറങ്ങാറായില്ലേ? ഉറക്കം വരുന്നില്ല സാർ. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു. ഉറക്കവും വിശപ്പൊക്കെ നഷ്ടപ്പെടുമെന്നുള്ളത്. കിടന്നുറങ്ങാൻ നോക്കണം. നാളെ രാവിലെ തന്നെ എഴുന്നേൽക്കാനുള്ളതാ, കോടതി പോകാനുള്ളതാ. നീ ആയിട്ട് ഉറങ്ങണോ അതോ ഞങ്ങളായിട്ട് ഉറക്കിത്തരണോ? വേണ്ട സാർ, ഞാൻ ഉറങ്ങിക്കോളാം. പാടോ. ഈ ശിക്ഷ കഴിഞ്ഞ് നീ ഒന്ന് പുറത്തിറങ്ങ. എന്തിനാ ഞാൻ കാത്തിരിക്കുന്നറിയോ നിനക്ക്? എന്റെ അച്ഛനെ കൊന്നതിന് പകരം ചോദിക്കാനാ. ഇത്രയും നാള് മറ്റുള്ളവരുടെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നത് നീയാ.
ഇനി നിന്റെ ദിവസങ്ങൾ എണ്ണുന്നത് ഞാനാ. സദാനന്ദന്റെ മകൾ നിത്യ. ഇന്ന് ഹരിക്ക് അവാർഡ് കിട്ടിയതിന്റെ അനുമോദനത്തിന്റെ ദിവസമായിരുന്നു. ആ വേദിയിൽ വെച്ച് പത്രക്കാരുടെയും മീഡിയാസിന്റെയും മുന്നിൽ വെച്ച് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഹരിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന്. ഇനി മുതൽ ഞാൻ ജീവിക്കാൻ പോകുന്നത് ഹരിയുടെ ഒപ്പമാണെന്ന്. തന്റെ കണ്ണുകൾ ഇപ്പൊ കാണുന്ന ഈ പകയില്ലേ, ഈ അഴികളിൽ ഉയർന്നു വന്ന ഈ കൈയില്ലേ, അത് കൊല്ലാനുള്ള വാശിയാണെന്ന് എനിക്കറിയാടോ. എന്നിട്ടും ഞാൻ വന്നു. കാരണം ഒരു പുരുഷനെ ഇഷ്ടപ്പെടുന്നതും അയാളുടെ കൂടെ ഞാൻ ജീവിക്കുന്നതും അയാളുടെ കൂടെ ഞാൻ അന്തി ഉറങ്ങുന്നതും